ഞാൻ ഉദ്ദേശിച്ചത് പൈസ കിടക്കും പോലെ തോന്നി. അതെ തങ്കം, അല്ല ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നിന്റെ കയ്യിലിരിക്കുന്ന 10,000 രൂപ നീ എടുത്ത് കയ്യിൽ വെക്ക്. നമുക്ക് ആ കാശ് ചെലവാക്കാതെ ടൂർ പോയിട്ട് വരാം. നിങ്ങൾ ഇത് 10,000 രൂപയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ട് അവിടെ 10,000 രൂപ. 10,000 രൂപ എന്റെ 10,000 രൂപ ഇല്ല. എല്ലാ ദിവസവും രാവിലെ എടുത്ത് തുള്ളാൻ പോകണ്ടല്ലോ. എന്തുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും? കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു 500 കൊണ്ട് തന്നല്ലോ. ഈ 500 രൂപ കൊണ്ട് തന്ന കാര്യം നിങ്ങൾ പറഞ്ഞത്. ബാർ അടപ്പിക്കാൻ പോയില്ലേ? 10 ദിവസം അതിന്റെ പുറകെ തൂങ്ങി നടന്നിട്ട് 500 കുലുവയും കൊണ്ട് വന്നേക്കണു. അത് പിന്നെ 5,000 കൊടുത്തിട്ട് വരാനില്ലേ? 5,000 രൂപ കിട്ടി. പക്ഷെ അണികൾക്ക് തന്നെ 4,500 രൂപ ബാക്കി സാധനം എടുത്തു കൊടുത്ത് ചെലവാക്കേണ്ടി. ഇതിന് മാത്രം ആരും ഒന്നും പറഞ്ഞു തരണ്ട. കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം, ടൂർ എന്ന് പറഞ്ഞാൽ ടൂറ്, പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി. ഒരു വെള്ളഷർട്ട് മുണ്ടൂട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളും. ഒരു വിചാരമില്ലാത്ത മനുഷ്യൻ. ഞാൻ അതുകൊണ്ട് നിനക്ക് വേറെ പേരുദോഷം ഒന്നും ഉണ്ടാക്കണ്ട. ഞാൻ എപ്പോഴും മര്യാദയ്ക്ക് പേരുദോഷം കൂടെ ഉണ്ടെങ്കിൽ തല്ലി ഞാൻ കൊല്ലും. ഞാൻ ടൂർ ഇവിടുന്ന് പോണില്ല, ഞാൻ വരണില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 10,000 രൂപ കൊണ്ട് വാ, എന്നിട്ട് എന്നെ വിളിക്കും. തങ്കം വാ, നമുക്ക് ടൂർ പോകാന്ന് പറയാം. അന്നേരം ഞാൻ വരാം കേട്ടോ. ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനമായിട്ട് കേക്കടി. അതെ, ഈ 10,000 രൂപ നീ കയ്യിലെടുത്ത് വെക്ക്. ചിട്ടി പിടിച്ചോണ്ടെന്ന് നീ നേരത്തെ പറഞ്ഞല്ലോ. ആ 10,000 രൂപ അത് തരണ്ട. നിനക്ക് നീ കയ്യിലെടുത്ത് വെച്ചോ ആ കാശ്. അത് ചെലവാക്കാതെ ടൂർ പോയിട്ട് വരാനുള്ള വഴി എനിക്കറിയാം. നിങ്ങൾ എന്ത് വഴിയുടെ കാര്യം പറഞ്ഞ? പൈസ ചെലവാക്കാതെ ടൂർ നിങ്ങളുടെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതെ, നമ്മളിപ്പോൾ ടൂർ പോണ വഴിക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി കാപ്പി കുടിക്കാൻ കയറുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ടേബിളിൽ ഇരിക്കുന്നത്, കനകനും നമ്മളും അമ്മയും എല്ലാവരും കൂടി ഇരിക്കുമല്ലോ. അപ്പോഴേക്കും ബില്ല് കൊണ്ടുവരുന്ന സമയമാകുമ്പോൾ നീ എൻ്റെ മൊബൈലിലേക്ക് ഒരു മിസ് കോൾ തരണം. ഞാൻ പതുക്കെ ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് ഹലോ ആ റേഞ്ചില്ല പറഞ്ഞു ഹലോ 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 എന്ന് പറഞ്ഞ് പതുക്കെ അതിലേക്ക് ഒഴിവായി പോവും. അപ്പം ബില്ലാരും കൊടുക്കും, കനകം കൊടുക്കും. പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഫോൺ വരുമ്പോഴത്തേനും അവന് വിശ്വസിക്കാൻ പൊട്ടനാണല്ലോ. നിങ്ങളെ പോലെ അത്ര പൊട്ടനല്ല. എടി അതിപ്പോൾ 1-2 പ്രാവശ്യം അതാകാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചോണ്ടിരിക്കും. എന്താണെന്നറിയില്ലട്ടോ, വയറിനൊരു സുഖം. രാവിലത്തെ കാപ്പി പിടിച്ചിട്ടാണെന്ന് തോന്നുന്നത്. പതുക്കെ നേരെ ടോയ്ലറ്റിലോട്ട് പോകും. അപ്പോഴേക്കും തിരിച്ചു വരുമ്പോൾ കനകം ബില്ല് കൊടുത്ത് കഴിയും. ഇതൊക്കെ കൊണ്ട് 2 ദിവസമൊക്കെ സുഖമായിട്ട് തള്ളി നീക്കാം. വെറുതെ എല്ലാവരും നിങ്ങളെ പറയുന്നത് കേട്ടോ. ഭയങ്കര ഇച്ഛിയാ നിങ്ങൾ പാർട്ടി ഓഫീസിനും പോയി തന്നെ ചെയ്യണേ. അല്ല, അവിടെ അങ്ങനെയൊന്നുമില്ല. അവിടെ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ചായ കുടിക്കാൻ വിളിച്ചേ ഞാൻ ഇപ്പോൾ കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറയും. നമ്മൾ കുടിക്കാമെന്നാൽ നമ്മളെ കയ്യിൽ നിന്ന് അത്രയും പോകാം. എനിക്കറിയാം. പൈസ ചെലവാക്കുവോ? എൻ്റെ തങ്കം, പൈസ ചെലവാക്കാതെ ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് സമ്മതിക്കും, ടൂറ് പോകാൻ സമ്മതിക്കണേ. സമ്മതിക്കുക. തക്കണി പോളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കാൻ. നീ സമ്മതിക്കണി സമ്മതിച്ചല്ല. ഇനി മാറരുത്. അതെ Alien versus Alien.